എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാളികേരമൊന്നും ചേർക്കാത്ത മത്തങ്ങ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടത് അതനുസരിച്ച് മത്തങ്ങയുടെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയാണ് ഇന്ന് നമ്മൾ കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വെറും 5 മിനിറ്റ് മതി ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിതൊന്ന് കഷ്ണങ്ങൾ നുറുക്കിയിടുന്നുണ്ട്. അപ്പോൾ തീരെ അങ്ങോട്ട് കനം കുറഞ്ഞൊന്നും നുറുക്കേണ്ട ആവശ്യമില്ല. മത്തങ്ങയാണ് നമുക്ക് എളുപ്പം വെന്ത് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇനി നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഈ കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, അതായത് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മത്തങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മത്തങ്ങ വേവാനായിട്ട് ഒരുപാട് സമയം വേണ്ട, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി പെട്ടെന്ന് അത് അടച്ചു വെച്ച് കൊടുക്കരുത് കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് പയ്യെ തിള വന്നതിന് ശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പൊന്ന് തുറന്നു നോക്കി. നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഒന്ന് പയ്യെ നമ്മൾ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഒരു സ്റ്റൂ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഈ ഒരു കറി. ഇനി ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് എടുക്കുമ്പം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട. തൈര് ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. തീ ഈ സമയത്ത് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തൈര് നമ്മുടെ മത്തങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാളികേരോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇത് ശരിക്കും ഒരു സാലഡായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ കറിയിലേക്ക് ചെറുതായിട്ടൊന്ന് ചൂട് വന്നതിന് ശേഷം മാത്രം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് ഇനി വറുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ കറിയിലേക്ക് ഒന്ന് വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി ഒന്ന് സ്റ്റവിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തിടുമ്പം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നു കഴിയുമ്പം ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 7 or 8 ചെറിയുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഒരു കറിക്ക്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 4 or 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കണ്ട. ആ ഒരു ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടുമല്ലോ, അത്രയും മതി കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മത്തങ്ങാക്കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോവല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്